ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹസാരം 2025 അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്ന ഈ സമയം ഒരു നന്ദി പറയുന്നതിന് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. 6 മണി എന്നാണ് അച്ഛന് കൊടുത്തിരുന്ന സമയം. പക്ഷേ 15 മിനിറ്റോടെ കൂടുതലെടുത്തു. സോറി അച്ഛാ, ഞാൻ ഇത് ഉടനെ തന്നെ തീർക്കാം. സ്നേഹമേറിയ ബോബി അച്ഛൻ, റോജിനച്ഛൻ, ഇടവക ട്രസ്റ്റി തോമസ് ഡേവിഡ്, സെക്രട്ടറി ഡെന്നിസ് ഡാനിയൽ, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, സ്നേഹമുള്ള ഇടജനം, 2 മാസത്തെ കഷ്ടപ്പാടിൻ്റെയും പ്രാക്ടീസിൻ്റെയും ഒക്കെ ഒരു പരിസമാപ്തിയാണ് ഇന്നിവിടെ നിങ്ങൾ ആസ്വദിച്ചത്. ജോലി തിരക്കുകളും അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നടന്ന ഈ പ്രാക്ടീസിൽ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഈ പരിപാടി ആസ്വദിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സമയത്തിരക്ക് മൂലം പെട്ടെന്ന് ടീം അംഗങ്ങളുടെ എല്ലാം പേര് ആങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ പേരുകൾ പറഞ്ഞ് വളരെ വേഗം ഞാനിത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അച്ഛന് സന്ധ്യപ്രാർത്ഥനയ്ക്കൊക്കെ പോകേണ്ടതുകൊണ്ട് വളരെ വേഗം ഇത് തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിപാടികളെല്ലാം ഒന്നിനും മെച്ചമായിരുന്നു. ഒന്നും മോശമായിട്ട് പറയാനില്ല. അവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് അവരെല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിട്ട് ചെയ്തു. കൊറിയോഗ്രാഫേഴ്സിൻ്റെ പേരുകൾ മാത്രം പറയുന്നു: മഞ്ജു, ടീന, ബെറ്റ്സി, ദീപ്തി, നിത, ജൂഡിത്ത്, സൂസൻ, ബേബി, ടീന, ആമോസ് ടീം, അച്ഛൻ ആൻഡ് സിനു, ബെറ്റ്സി, ജോബ്, ജീന, ഷിനു, ഹന്ന, വർഗീസ്, കെസിയ, സാറ, ഒലിവിയ, നിത, ദിലീപ്, റോഹൻ ആൻഡ് മിലൻ, ഫ്രേയ, അലീസ ആൻഡ് ടീം, എൽഖാന, നേഥൻ, ഹന്ന ആൻഡ് ടീം, റെയ്ന ആൻഡ് ചെണ്ടവിളം ടീം. ഇവർക്കെല്ലാം ഒരു വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, സ്പോൺസേഴ്സ് ഈ പരിപാടി വിജയപ്രദമാക്കി തീർക്കുവാൻ തക്കവണ്ണം പള്ളിക്കധികം സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത അജി സാമുവൽ, തോമസ് ഡേവിഡ്, അജു വർഗീസ്, ഇവരോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഡൊണേഷൻ തന്ന് സഹായിച്ച ഗ്ലോബൽ ഫുഡ് മാർട്ട്, ഏതൻ സ്റ്റോർ, രാജൻ ഉലഹന്നാൻ, ഇവരോടുള്ള നന്ദിയും സ്നേഹം അറിയിച്ചിരിക്കുന്നു. നമ്മളുടെ ഓരോ പരിപാടികളിലും വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഭൂപേച്ചിന് ഇവിടെയുണ്ട്. ഇന്നും നല്ലൊരു മെസ്സേജ് തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ റോജിനച്ഛൻ ഞങ്ങൾക്ക് വളരെ പിന്തുണയായിരുന്നു ഈ പ്രോഗ്രാം നടത്തുന്നതിന്. എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന ജിജിയെ ഓർക്കുന്നു. ജിജി എല്ലാ പ്രോഗ്രാമിനും ജിജിയാണ് നമ്മളെ സഹായിക്കുന്നത്. ജിജിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ദൃശ്യവിസ്മയം തീർത്ത ബെൻസിയോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെടുകയും ഇതൊക്കെ എഡിറ്റ് ചെയ്യുകയും ചെയ്ത ഈ പ്രോഗ്രാം വളരെ ഭംഗിയാക്കി തീർക്കുവാൻ റജി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലി തിരക്കിനിടയിലൊക്കെയും റജി ഈ കാര്യങ്ങളിലൊക്കെയും മുന്നിട്ട് നിന്ന് ഈ പരിപാടി വിജയപ്രദമാക്കി തീർക്കുവാൻ തക്കവണ്ണം റജി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അജി എപ്പോഴും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും നമ്മളോടൊപ്പം ഉണ്ട്. അജിക്കൊരു ബിഗ് താങ്ക്സ്. അതോടൊപ്പം ടോമും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നോടൊപ്പം ഈ പരിപാടിയിൽ ആദ്യാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജിയും ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ കോർഡിനേറ്റർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. രാജി 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്.
വളരെ ഭംഗിയായിട്ട് രാജി ഇത് കൈകാര്യം ചെയ്തു. ഞാൻ ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു രാജി ഇതിൽ, ആദ്യം തൊട്ട് അവസാനം വരെ. ഒരു പരിപാടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യുവാൻ തക്കോണം രാജിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇനിയും നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ രാജിയെ മാത്രം ഏൽപ്പിച്ചാൽ മതി, അത് ചെയ്യും വളരെ ഭംഗിയായിട്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ കലാപരമായിട്ടാണെങ്കിലും ഏത് കാര്യത്തിലും രാജിയോട് പറഞ്ഞാൽ രാജി ചെയ്തു തരുമെന്ന് നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. അത് എനിക്കനുഭവമുണ്ട്. അതുകൊണ്ട് രാജിക്ക് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ആരുടെയെങ്കിലും പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞേക്കാം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ആങ്കറിങ് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച അവരെ 2 കുഞ്ഞുങ്ങളെ ഞാൻ മറന്നു പോയിരുന്നു. ബിനു ഫിലിപ്പോസും അതുപോലെ തന്നെ ലിജിയും വളരെ ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ നിർവഹിച്ചു. പുതിയ ആൾക്കാർ ആങ്കറിങ്ങിലേക്ക് വരിക, അതുപോലെ തന്നെ കോർഡിനേറ്റർ സ്ഥാനം വഹിക്കുവാനും പുതിയ ആൾക്കാരൊക്കെ മുന്നോട്ട് വരുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കഴിഞ്ഞ പൊതുയോഗത്തിൽ ആരും ഇല്ലാഞ്ഞിട്ടാണ് ഞാനും രാജി ഇത് ഏറ്റെടുത്തത്. അച്ഛനും അറിയാവുന്ന കാര്യങ്ങളാണത്. ഞങ്ങളെ കഴിയാവുന്ന തരത്തിലൊക്കെ ഞങ്ങളത് ഭംഗിയാക്കി തീർത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചെണ്ടമേളം നടത്തിയ എല്ലാവരോടും, പ്രത്യേകിച്ച് സഹിച്ചാൻ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായിട്ട് ആ ചെണ്ടയൊക്കെ അടിക്കുന്നത്, ഒരു നന്ദി പറയണമെന്ന്. ഞാൻ നന്ദി പറയുന്നു കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അച്ഛന് സദ്യപ്രാർത്ഥനയ്ക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.